നമസ്കാരം. മലയാളി വാർത്ത ഇൻസ്റ്റയിലേക്ക് സ്വാഗതം. അങ്ങനെ ചൈന പാകിസ്ഥാന് മാത്രമല്ല ബംഗ്ലാദേശിനും കൊടുത്തത് ഒരൊന്നൊന്നര പണി തന്നെ ആയിപ്പോയി. കാരണം ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സാഹചര്യത്തിൽ ചൈനീസ് യുദ്ധവിമാനങ്ങളും പടക്കോപ്പുകളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഒന്നും തന്നെ പ്രവർത്തിച്ചില്ല എന്ന പരിഹാസം ഇന്നും പാകിസ്ഥാൻ കേൾക്കുന്നതാണ്. ചൈനീസ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വെറും പാഴായിപ്പോയി എന്ന ആക്ഷേപവും ഇതിന് പിന്നാലെ ചൈനയ്ക്ക് പിറകെ കൂടിയതായിരുന്നു. എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശിനെയും ഈ ശാപം വിടാതെ പിന്തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസമായിരുന്നു ബംഗ്ലാദേശ് വ്യോമസേനയുടെ F-7 പരിശീലന വിമാനം തിങ്കളാഴ്ച ദിവസം ഉച്ചയോടുകൂടി ധാക്കയിലെ ഒരു സ്കൂളിൽ തകർന്നു വീണത്. ഈ അപകടത്തിൽ ഇതുവരെ 27 പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട്. 170-ലധികം ആളുകൾക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തു. പരിക്ക് പറ്റിയതിൽ കൂടുതലും കുട്ടികളാണ്. അവരുടെ പലരുടെയും നില അതീവ ഗുരുതരവും. ജീവൻ നഷ്ടപ്പെട്ടതിലും കൂടുതൽ കുട്ടികൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ധാക്കയുടെ വടക്കൻ മേഖലയായ ഉതാരയിൽ ഇന്നലെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:48 ഈ അപകടം സംഭവിച്ചത്. F-7 BGI പരിശീലന വിമാനം ചൈനയിൽ നിർമ്മിച്ചതും ബംഗ്ലാദേശ് വ്യോമസേനയുടെ ഭാഗം കൂടിയായിരുന്നു. ചെങ്ഡു J-7 യുദ്ധവിമാനത്തിൻ്റെ അതിനൂതന പതിപ്പ് തന്നെയാണ് F-7 BGI വിമാനമെന്ന് പറയുന്നത്. ഈ വിമാനമാണ് ധാക്കയിലെ മൈൽസ്റ്റോൺ സ്കൂൾ ആൻഡ് കോളേജ് കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറിയത്. സ്കൂളിൽ ക്ലാസ്സുകൾ നടക്കുന്ന സമയത്ത് കൂടിയായിരുന്നു, ഏറ്റവും അധികം കുട്ടികൾ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഈ അപകടമുണ്ടായത്. അപകട സ്ഥലത്ത് തീയും കറുത്ത പുകയും ഒക്കെ തന്നെ ഉയർന്നു കാണുന്നു എന്ന വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലുടനീളം കാണാൻ ഇടയായത്. സംഭവ സമയത്ത് ആംബുലൻസുകൾ പോലും ലഭ്യമായിരുന്നില്ല. പരിക്കേറ്റവരെ വാനുകളിലും ഓട്ടോറിക്ഷകളിലും ബൈക്കുകളിലുമായിട്ട് തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചതായി ദൃക്സാക്ഷികൾ പോലും പറയുന്നത്. 4 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള 2000-ഓളം കുട്ടികൾ എലിമെൻ്ററി ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂളിലെ പുൽമൈതാനത്തിന് സമീപത്ത് തകർന്നു വീണതിന് പിറകെയാണ് ഈ വിമാനം പൊട്ടിത്തെറിച്ചത്. ഈ അപകടം ബംഗ്ലാദേശ് വ്യോമസേന സ്ഥിരീകരിച്ചു. തങ്ങളുടെ വിമാനം തന്നെയാണ് സാങ്കേതിക തകരാറാണ് ഇതിനുണ്ടായ അപകടത്തിലേക്ക് നയിച്ച കാരണം എന്നുള്ള നിഗമനത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. മറ്റെന്തെങ്കിലും അട്ടിമറിയുണ്ടോ എന്നത് ഈ നിമിഷം വ്യക്തമാക്കുന്നില്ല. സംഭവത്തിൽ ബംഗ്ലാദേശ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുകയും ചെയ്തു. അപകടത്തിൽ ഉൾപ്പെട്ട എല്ലാവർക്കും സഹായം നൽകുമെന്നാണ് ഇടക്കാല സർക്കാർ തലവനായ മുഹമ്മദ് യൂനുസും പറയുന്നത്. ഇതുവരെ സ്കൂൾ ക്യാമ്പസിൽ തന്നെ 19 മൃതദേഹങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ബാക്കിയുള്ളവ മറ്റിടങ്ങളിൽ നിന്ന് കണ്ടെത്തുകയും നിരവധി ആളുകൾ ആശുപത്രിയിലെത്തിയതിനു ശേഷം മരണപ്പെടുന്ന സാഹചര്യവുമുണ്ടായി. പരിക്കേറ്റ 72 പേരെയായിരുന്നു ആദ്യം ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പിന്നീട് 100-ലധികം ആളുകൾ. ആദ്യം എത്തിച്ച 70 പേരിൽ 8 പേരുടെ നില അതീവ ഗുരുതരമായിരുന്നു. വിമാനത്തിൻ്റെ പൈലറ്റിനെ സൈനിക ആശുപത്രിയിൽ ICU വാർഡിലേക്കാണ് കയറ്റിയത്. 3 നിലകളിലായുള്ള മൈൽസ്റ്റോൺ സ്കൂൾ ആൻഡ് കോളേജ് കെട്ടിടത്തിൻ്റെ മുൻവശത്താണ് വിമാനം തകർന്നു വീണത്. ആദ്യം അധ്യാപകരും ജീവനക്കാരും ചേർന്ന് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. അതിനുശേഷമാണ് സൈന്യവും അഗ്നിശമന സേനയും സ്ഥലത്തേക്ക് എത്തിയത്. 1 മുതൽ 7 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഇരിക്കുന്ന മേഖലയിലേക്കായിരുന്നു വിമാനം ഇടിച്ചിറങ്ങിയത്. വിമാനം ഇടിച്ച ഉടൻ തന്നെ ഒരു വലിയ സ്ഫോടനമുണ്ടായി കെട്ടിടത്തിന് തീ പിടിച്ചു. യുദ്ധവിമാനം തകർന്നതായി വിവരം കിട്ടിയ ഉടൻ തന്നെ ബംഗ്ലാദേശ് ആർമി അംഗങ്ങളും അഗ്നിശമന സേനയുടെ സിവിൽ ഡിഫൻസിൻ്റെയും 8 വാഹനങ്ങളും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിച്ചു. ഏറെ ഭയാനകമായ രംഗങ്ങൾ അതുതന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കാണാനായി കഴിഞ്ഞത്. ക്ലാസ് മുറികളെ തീനാളങ്ങൾ വിഴുങ്ങിയതായും ഒട്ടനവധി കുട്ടികൾ അതിനുള്ളിൽ കുടുങ്ങിപ്പോയി പുക ശ്വസിച്ചും തീയിൽ വെന്തുരുകിയും മരണപ്പെട്ടു. ഇംഗ്ലീഷ് മീഡിയം വിഭാഗത്തോട് ചേർന്നുള്ള കാത്തിരിപ്പ് കേന്ദ്രമായി ഉപയോഗിച്ച ഒരു മേഖലയിലാണ് ഈ വിമാനം തകർന്നത്. ആ ഭാഗത്ത് 12ഓളം ക്ലാസ് മുറികളാണുള്ളത്. അസാധാരണമായ വിധത്തിൽ വിമാനം താഴ്ന്നു പറക്കുന്നതാണ് കണ്ടത്. തൊട്ടു പിറകെ കാതടപ്പിക്കുന്ന ശബ്ദത്തിലൂടെ ഇത് പൊട്ടിത്തെറിച്ചു. തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വർക്ക്ഷോപ്പിലെ ജോലിക്കാരൻ പറഞ്ഞതിങ്ങനെയായിരുന്നു: വേഗം എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അധ്യാപകരും കുട്ടികളും തീയിൽ നിന്നു കത്തുന്നു. വസ്ത്രങ്ങൾ, ബാഗുകൾ എല്ലാം തന്നെ തീ പിടിച്ചിരിക്കുന്നു. അടുത്തേക്ക് പോയിട്ട് ആ പരിസരത്തേക്ക് പോലും അടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള കൊടും ചൂടായിരുന്നു ആ തീയിൽ നിന്ന് ഉയർന്നു കണ്ടത്. സ്കൂളിനകത്തുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്താൻ യാതൊരുവിധ വഴിയുമില്ലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. തകർന്ന F-7 വിമാനം വ്യോമസേനയുടേതാണെന്ന് ഉടൻ തന്നെ ബംഗ്ലാദേശ് ആർമി പബ്ലിക് റിലേഷൻസ് ഓഫീസർ പ്രസ്താവനയിലൂടെ പറഞ്ഞു. അപകട കാരണം സർക്കാർ അന്വേഷിക്കുമെന്നും എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ഉറപ്പാക്കുമെന്നുമാണ് ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് പറഞ്ഞത്. 2ാമത്തെ ചൈനീസ് നിർമ്മിത F-7 വിമാനമാണ് ഈ വർഷം തന്നെ തകർന്നു വീഴുന്നത്. ഇതാദ്യമായിട്ടല്ല. കഴിഞ്ഞ മാസം മ്യാൻമർ വ്യോമസേനയുടെ യുദ്ധവിമാനവും സമാനമായി തകർന്നു വീണിരുന്നു. അങ്ങനെ തുടരെ ഉണ്ടാകുന്ന ഈ അപകടങ്ങൾ ബീജിംഗ് നിർമ്മിത പ്രതിരോധ ഉപകരണങ്ങളുടെ ഗുണനിലവാരം എത്രത്തോളം എന്നുള്ള ചോദ്യം ഉയർത്തുകയാണ്, ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ്.
ബംഗ്ലാദേശിന് മാത്രമല്ല പാകിസ്ഥാനും ഇതിപ്പോൾ ഒരു വലിയ തലവേദനയായി മാറുന്നു. പരമാവധി നാശനഷ്ടം കുറയ്ക്കാനായി പൈലറ്റ് ശ്രമിച്ചിരുന്നു, പക്ഷേ അത് വിഫലമായി എന്നാണ് PRO സൂചിപ്പിക്കുന്നത്. ലഫ്റ്റനന്റ് തൗക്കീർ ഇസ്ലാം സാഗർ ആയിരുന്നു വിമാനം പറത്തിയത്. ഇദ്ദേഹത്തെ ധാക്കയിലെ സൈനിക ആശുപത്രിയിൽ വെച്ച് മരിച്ചതായി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അധികൃതർ തന്നെ പറയുന്നു. പരമാവധി ആഘാതം കുറയ്ക്കാൻ ജനസാന്ദ്രതയേറിയ പ്രദേശത്തു നിന്നും വിമാനം മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് സ്കൂളിലേക്ക് ഇടിച്ചു കയറി. പറന്നുയർന്നതിന് തൊട്ട് പിറകെ തന്നെ വിമാനത്തിൽ നിന്നും പ്രതികരണം ലഭിച്ചില്ല എന്നാണ് അധികൃതർ പറയുന്നത്. പിന്നാലെ ഇതിന് പറന്നു പൊങ്ങാൻ കഴിയാതെ വന്നു. ആകാശത്ത് വെച്ച് തന്നെ പൈലറ്റിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു. വീഴുമ്പോഴും അദ്ദേഹം കോക്പിറ്റിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് അധികൃതർ പറഞ്ഞത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. അദ്ദേഹം അത് ചെയ്യാതെ പരമാവധി വിമാനം സേഫായി ഇറക്കാനുള്ളൊരു ശ്രമമാണ് അവസാന നിമിഷം പോലും നടത്തിയത്. അതേസമയം ഈ സാഹചര്യത്തിൽ 1 മാസത്തിലധികമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് നാവികസേനയുടെ F-35B യുദ്ധവിമാനം രാജ്യം വിട്ടു എന്നുള്ള വാർത്തയും ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്നതാണ്. സാങ്കേതിക തകരാറുകളെ തുടർന്നായിരുന്നു ഈ യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിട്ടത്. അറ്റകുറ്റപ്പണികളൊക്കെ തന്നെ പൂർത്തീകരിച്ചാണ് ഇന്നലെ പരീക്ഷണ പറക്കൽ നടത്തി പ്രവർത്തനക്ഷമത ബോധ്യപ്പെട്ടതോടെ ഇന്ന് UK തിരികെ പറന്നത്. തിരുവനന്തപുരത്ത് നിന്നും നേരെ ഓസ്ട്രേലിയയിലേക്കാണ് പോകുന്നത്, അവിടെ നിന്നും UK. ചൊവ്വാഴ്ച രാവിലെ 10:45 വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. ഓസ്ട്രേലിയയിലെ ഡാർവിൻ വിമാനത്താവളത്തിലേക്കാണ് വിമാനം പോയിരിക്കുന്നത്. ക്യാപ്റ്റൻ മാർക്കാണ് വിമാനത്തെ ഇവിടെ നിന്നും പറത്തിയത്. രാവിലെ 9:30 വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോൾ ടവറിൻ്റെ അനുമതിയും ലഭ്യമാക്കിയ ശേഷമാണ് ക്യാപ്റ്റൻ മാർക്ക് വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. ബ്രിട്ടൻ്റെ തന്നെ അഭിമാനമായ F-35Bക്ക് ഇവിടെ ആതിഥേയത്വം നൽകിയതിന് പുറകെ തന്നെ ക്യാപ്റ്റൻ മാർക്ക് തൻ്റെ സഹപ്രവർത്തകരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തതിനുള്ള നന്ദി അടക്കം അറിയിച്ചുകൊണ്ടാണ് തിരികെ പോയത്. ഇന്ത്യ നൽകിയ സേവനവും ആതിഥേയത്വവും മഹത്തരമെന്നായിരുന്നു ക്യാപ്റ്റൻ പറഞ്ഞത്. ജൂൺ 14 രാത്രി 9:30 അറബിക്കടലിലെ സൈനിക അഭ്യാസത്തിനിടയിലാണ് കടൽ നങ്കൂരമിട്ടിരുന്ന ബ്രിട്ടൻ്റെ വിമാനവാഹിനി കപ്പലായ HMS എന്ന കപ്പലിൽ ഇറങ്ങാനായി ശ്രമിച്ചെങ്കിലും മോശം കാലാവസ്ഥയെ തുടർന്ന് വിമാനത്തിന് ഇറങ്ങാൻ കഴിയാതെ വന്നത്. അതിനെ തുടർന്നായിരുന്നു വിമാനത്തെ തിരുവനന്തപുരത്തേക്ക് വഴിതിരിച്ചു വിട്ടത്. വിമാനം 4000 കിലോ ഇന്ധനം നിറച്ച് പുറപ്പെടാൻ തയ്യാറായപ്പോഴേക്കും ഹൈഡ്രോളിക് സംവിധാനത്തിനും ഓക്സിലറി പവർ യൂണിറ്റിനും തകരാറുള്ളതായി പൈലറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് കപ്പലിൽ നിന്നും ഹെലികോപ്റ്ററിൽ വിദഗ്ധർ എത്തിയെങ്കിൽ പോലും തകരാറ് പരിഹരിക്കാൻ അന്ന് കഴിഞ്ഞില്ല. അതിനെ തുടർന്ന് ചാക്കയിലെ ഹാങ്ങർ യൂണിറ്റിലേക്ക് വിമാനത്തെ മാറ്റി. പിന്നീട് വിമാനത്തെ പുറത്തിറക്കി എഞ്ചിൻ്റെ ക്ഷമത പരിശോധിച്ച് പറക്കാൻ സജ്ജമാക്കി. അതിനെ തുടർന്നാണ് ഇന്നത് പുറപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് വെളിവാർത്ത ഇൻസൈറ്റ്.